നമസ്കാരം. എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ്സിനെ പറ്റിയിട്ടാണ്. പക്ഷേ എല്ലാ അമ്മമാർക്കും ഓരോ തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് ഇന്ന ഫുഡ്സ് ഇന്ന ടൈമിന് കൊടുക്കാൻ പാടില്ല, മഴയുള്ള സമയത്ത് ഇന്ന ഫുഡ് കൊടുക്കാൻ പാടില്ല, ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് അധികം കഫക്കെട്ടുണ്ടാകും, ജലദോഷം ഉണ്ടാകും, അങ്ങനത്തെ കുറേ കൺസേൺസും കുറേ അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഫുഡ്സാണ്, നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കുന്നത് എന്താ പറയുക, റാഗി. അപ്പോൾ നമ്മളറിയാം, ഈ 6 മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, മുലപ്പാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 6 മന്ത്സ് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത്. റാഗി നമുക്ക് ഫസ്റ്റ് കൊടുക്കാം എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഈസിലി ഡൈജഷൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. കാരണം പാല് മാത്രം കുടിച്ച് വളർന്നു വരുന്ന കുഞ്ഞിന് പെട്ടെന്ന് നമ്മളൊരു സോളിഡിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനത് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ റാഗി വളരെ സെമി ലിക്വിഡ് ഫോമിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ റാഗി കൊടുക്കുമ്പോൾ ചിലവർക്ക് സംശയമുണ്ട്, മഴയാണ്, നല്ല മഴയാണ്, നമുക്ക് റാഗി കൊടുക്കാവോ, കുഞ്ഞിന് കഫക്കെട്ട് ഉണ്ടാവോ? അത് യാതൊരു പ്രശ്നവുമില്ല. നമുക്കൊരു മിഡ് ടൈം, അതായത് ഒരു 11:30 ആ ഒരു ടൈമിന് നമുക്ക് റാഗി ചെറിയ ചൂടോടുകൂടി സെമി ലിക്വിഡ് ഫോമിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. മഴയാണെങ്കിൽ നമുക്ക് റാഗി കൊടുക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്, അതായത് തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഡൈജഷൻ ഇഷ്യൂ ഉണ്ടാവുമോ, ഡയറി ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ അതേപടിയല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മൾ കുറുക്കിൽ 1-2 സ്പൂണ് ജസ്റ്റ് ഒഴിച്ച് ആ ഒരു ടേസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ മഴ സമയത്ത് കൊടുക്കുന്നതിലും അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വൈകിട്ട് കൊടുക്കുന്നതിലൊന്നും തെറ്റ് ഇല്ല. പിന്നീടുള്ളത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്കാണ്, അതായത് ഈ തൈരും മോരും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചുമ ഉണ്ടാവും, അവർക്ക് ജലദോഷം വരും എന്നൊരു കൺസേൺ ഉണ്ട്. ബട്ട് അങ്ങനെയില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണ് എന്നുണ്ടെങ്കിൽ, പുളിപ്പില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അടുത്തത് എന്ന് പറയുന്നത് കൗസ് മിൽക്കാണ്, പശുവിൻ്റെ പാല്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഒരു 6 മന്ത്സ് ആകുമ്പോഴേ ചോദിക്കും, പശുവിൻ്റെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ, പ്രശ്നമുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ കൊടുക്കാം. അതൊരു 1-1.5 വയസ്സ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഈ പശുവിൻ്റെ പാല് നമ്മൾ ഹ്യൂമൻ മിൽക്സിനെക്കാട്ടിയും എത്രയോ ഇരട്ടി പ്രോട്ടീൻസ് കൂടുതലാണ്. വെയ് പ്രോട്ടീൻ, കേസിൻ, അങ്ങനെ പറഞ്ഞ് കുറേ കണ്ടൻസ് കൗസ് മിൽക്കിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ഡൈജഷനിൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഡയറിയ അങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഓർക്കുക, പശുവിൻ്റെ പാലായിരുന്നാലും ആടിൻ്റെ പാലായിരുന്നാലും അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും മനുഷ്യൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ബട്ട് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഒരു ചേഞ്ചസിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അധികം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ്റെ പാല് ഒരു ഫുഡ് എന്ന ഒരു ഐറ്റം ആയിട്ട് കൊടുക്കുക, അതായത് ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ഒരു ഫുഡായിട്ട് നമ്മൾ കൊടുക്കരുത്. കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറേ അത് കുടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുവഴി തന്നെ എന്താ സംഭവിക്കുക, കുഞ്ഞുങ്ങൾ മറ്റുള്ള ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് മറ്റ് ഫുഡ്, ഇപ്പോൾ ലീഫി വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്ന മിനറൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കിട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും. പശുവിൻ്റെ പാലുള്ള ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് മാത്രമായിരിക്കും കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്നത്. അതുവഴി നമുക്ക് വൈറ്റമിൻ കുറവ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് കുഞ്ഞുങ്ങളിൽ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വൺസോ വല്ലതും നമുക്ക് കൊടുക്കാം. അതും ഏജ് ആഫ്റ്റർ 1.5 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഒരു കാരണവശാലും, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഫുഡ് അവേർഷൻ എന്നൊരു കണ്ടീഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടി ഒമിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓർക്കാനിക്കുകയാണ്, അത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. 2-3 ഡേയ്സ് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞ് എഗെയിൻ നമ്മളത് റീഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അത് മനസ്സിലായി, അത്രയ്ക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി വരണം എന്നില്ല. അവർ ഓട്ടോമാറ്റിക്കലി ആ ഫുഡിനോട് ഒരു വെറുപ്പ് കാണിക്കും. പിന്നീട് നമുക്ക് ആ ഫുഡ് ഒരിക്കലും ആ കുഞ്ഞ് കഴിക്കില്ല. അപ്പം നമ്മൾ ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് എഗെയിൻ ഈ ഫുഡ് തന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങളാവുമ്പോൾ ഫുഡിൽ പല രീതിയിലുള്ള അവർ കൂടുതലും ശ്രദ്ധിക്കുന്നതിൻ്റെ കളർ ആൻഡ് ഫോം ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കളറും ഒക്കെ കൂട്ടി കൊടുക്കുന്ന ഫുഡ്സ് ആയിരിക്കണം. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബീറ്റ്റൂട്ട് നേരിട്ട്
ഇട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ചാൻസ് കുറവാണ്. സോ നമ്മളത് പേസ്റ്റാക്കി ദോശമാവിൽ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ചിലപ്പോൾ നേരിട്ട് കഴിക്കാൻ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല. സോ അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ജ്യൂസാക്കി കൊടുക്കാം. അതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതുപോലെ ദോശമാവിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. സോൾട്ടും ഷുഗറും നമ്മൾ പരമാവധി കുറയ്ക്കുക. ഇപ്പോഴേ നമ്മൾ സോൾട്ടും ഷുഗറും കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സോൾട്ടിനോട് അല്ലെങ്കിൽ ഷുഗറിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ട് വരികയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാം. ഒരു നല്ല രീതിയിലുള്ള ഫുഡ് ഡയറ്റ് പ്ലാൻ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. താങ്ക് യു.